Sorry. Okay, ഇപ്പൊ കേൾക്കുന്നില്ലേ? സ്റ്റുഡൻസ് കേൾക്കാമോ? ആ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായതാണ്. ബാക്കി കുട്ടികളോടൊന്ന് കയറാൻ വേണ്ടിയിട്ട് ഒന്ന് റിക്വസ്റ്റ് ചെയ്യും. ഓക്കെ, ഒന്ന് ഇവിടെ ഉള്ളവരൊന്ന് അറ്റൻഡൻസ് പറഞ്ഞാൽ നന്നായിരുന്നു. Please type your attendance in the comment box. കാണാൻ പറ്റുന്നുണ്ട് വിശ്വസിക്കുന്നു. സ്ക്രീൻ അറ്റൻഡൻസ് ഇടാൻ ബാക്കിയുള്ളവര് അറ്റൻഡൻസ് പെട്ടെന്ന് എഴുതാം. ഇവിടെ പേര് ആരാണോ അവരുടെ പേര്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡിസാസ്റ്റർ പ്രിവെൻഷൻ ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളെ ഡിസാസ്റ്റർ പ്രിവെൻഷന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. Disaster prevention is defined as those activities that to prevent a natural phenomenon or potential hazard from having harmful effects on either people or economic assets. From this definition, it's clear that if we have any scope to avoid disaster, we need to go for that. That's an important thing. 1 minute. Rahul, repeat on. Okay. If there is any scope for preventing disaster, we need to go for that. That's an important thing that can be done during this stage. And if that is not possible, and we have already discussed about hazard identification, vulnerability, everything, and primary prevention, secondary prevention, everything discussed in the previous class. So today we are going for disaster mitigation. ഇത് എടുത്തിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. ആരും ഒന്നും മിണ്ടുന്നില്ലേ? ഹലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ എന്ന് പറയുന്നതാണ്. ഡിസാസ്റ്റർ മിറ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇഫ് വി കനോട്ട് പ്രിവെന്റ് എ ഡിസാസ്റ്റർ, then we have to mitigate that one. That is ഇതിന്റെ എഫക്റ്റ് ലെസൺ ചെയ്യണം. We have to reduce the effect of disaster. For that we have different methods, and primary objective of disaster mitigation is to reduce hazard like
reduction and risk consequence like reduction. And when we are discussing hazard likelihood reduction, this objective is only appropriate for a few natural hazards. We cannot broadly use for any hazard, any disaster. It is only for few natural hazards, as it is not possible to reduce occurrence of many hazards. And example പറയുകയാണെങ്കിൽ, the likelihood of flood occurrence can be reduced by mitigation measures such as sea defense wall. നമുക്കറിയാം ചില കേസുകളിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലഡ് വരാം, അല്ലെങ്കിൽ അതേപോലെ തന്നെ സീൻ്റെ അന്നുള്ള ഒരു പ്രോബ്ലംസ് വരുവാണെങ്കിൽ, ഇപ്പോൾ കടൽക്ഷോഭം എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള കേസ് വരുന്ന സമയത്ത് നമുക്കത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏകയുള്ള കാര്യം, അതിൻ്റെ അകത്ത് നമുക്ക് സീ വാൾ വെക്കാം, അല്ലെങ്കിൽ ഇൻ കേസ് ഓഫ് റിവേഴ്സ് വി ക്യാൻ ക്ലീൻ ദ റിവർ ആൻഡ് ഡെപ്ത് കൂട്ടാം റിവേഴ്സിന്റെ. പിന്നെ സൈഡിലെല്ലാം തന്നെ വാൾസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം നമ്മുടെ സിറ്റീസിലേക്ക് എൻ്റർ ചെയ്യുന്നത് നമുക്ക് കുറേ ഭാഗം കൺട്രോൾ ചെയ്യാം. അങ്ങനെയുള്ള കേസുകളിൽ മാത്രമേ ഹസാർഡ് ലൈക്ലിഹുഡ് റിഡക്ഷൻസ് ചെയ്യാൻ സാധിക്കുള്ളൂ. എല്ലാ കേസിലും പറ്റില്ല. ആൻഡ് രണ്ടാമതാണ് റിസ്ക് കോൺസിക്വൻസ് റിഡക്ഷൻ. ദിസ് ഈസ് ദ റിഡക്ഷൻ ഇൻ ദ ഇമ്പാക്ട് ഓഫ് ഹസാർഡ് via reducing exposure or vulnerability. ഇതിനകത്ത് നമ്മൾ ഇത് കാരണം ഉണ്ടാകുന്ന റിസ്ക് കുറക്കാൻ വേണ്ടിയിട്ടാണ്, ഹസാർഡ് കുറക്കാൻ വേണ്ടിയിട്ടല്ല, റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ഇൻവോൾവ്സ് എൻഷുറിംഗ് ദാറ്റ് ദ പോപ്പുലേഷൻ, സ്ട്രക്ചർ ഓർ അതർ സിസ്റ്റം ആർ ഏബിൾ ടു വിത്ത്സ്റ്റാൻഡ് സച്ച് എൻ ഇവാന്റ് വിത്ത് ആസ് ഫ്യൂ നെഗറ്റീവ് കോൺസിക്വൻസ്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ഇറോഷൻ റെസിസ്റ്റൻറ്റ് സീ ഡിഫൻസ് വാൾ ഇൻ കേട്ട വേൾട്ട റീജിയൻ ഓഫ് ഗാന. അതായത് ഇത് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളുടെ പോപ്പുലേഷനെയും സ്ട്രക്ചറിനെയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു ഡിസാസ്റ്റർ വരുന്ന സമയത്ത് വിത്ത്സ്റ്റാൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത്. ഇൻ കേസ് നമ്മളുടെ അവിടെയുള്ള ലാൻഡ് എന്താണ് പറയുക, ഈ നമ്മുടെ ലാൻഡ് ഏരിയയിൽ വരുന്ന മഡും കാര്യങ്ങളെല്ലാം വളരെ സ്ട്രോങ് ആക്കി മാറ്റുക. അതിൻ്റെ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ മഡ് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ ബിൽഡിങ്സിനെയും അല്ലെങ്കിൽ പോപ്പുലേഷൻ കൂടുതൽ ഡെൻസ് ആയിട്ടുള്ള സിറ്റീസിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന മെഷേഴ്സിനാണ് റിസ്ക് കോൺസിക്വൻസ് റിഡക്ഷൻ എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടെണ്ണമാണ്, ഹസാർഡ് ലൈക്ലിഹുഡ് റിഡക്ഷനും ഉണ്ട്, പിന്നെ രണ്ടാമത്തെ റിസ്ക് കോൺസിക്വൻസ് റിഡക്ഷനും ഉണ്ട്. ഈ രണ്ട് പോയിന്റ്സ് വളരെ നോക്കുക. ഒന്ന് ഹസാർഡ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മറ്റേ നേരത്തെ പറഞ്ഞ പോലെ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്, അതും നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. So in reducing both hazard likelihood and risk consequence, the primary aim is to decrease the risk of death and injury to the population. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ മിറ്റിഗേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് നമ്മൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ എന്താണ് പറയേണ്ടത്, നമ്മുടെ പോപ്പുലേഷൻ, ഇപ്പോൾ ആൾക്കാർക്ക് ഡെത്ത് വരാനുള്ള സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വി ഹാവ് ടു ഡു സംതിങ് ടു റെഡ്യൂസ് ദാറ്റ് തിങ്. അതാണ് നമ്മുടെ പ്രൈം ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡറി എയിം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിക്രീസ് ദ ഡാമേജ് ആൻഡ് എക്കണോമിക് ലോസസ് ഇൻഫ്ലിക്റ്റഡ് ഓൺ പബ്ലിക് സെക്ടർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് റെഡ്യൂസ് പ്രൈവറ്റ് സെക്ടർ ലോസസ്. ഇത്രയാണ് നമ്മളുടെ രണ്ടാമത്തെ പറയുന്നത്. അന്നേരം ജസ്റ്റ് പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഒന്ന് എഴുതി വെക്കുക, മിറ്റിഗേഷൻ എന്താണെന്നുള്ള ഡെഫിനിഷൻ എഴുതിക്കോളൂ. ഞാൻ ഇവിടെ സ്ലൈഡ് ഇട്ടിട്ടുണ്ട്, കംപ്ലീറ്റ് ആയാൽ ഒരാൾ പറയണേ. കംപ്ലീറ്റ് ആയോ? ഓക്കെ സാറിന് പറഞ്ഞുകൊണ്ട് ചോദിച്ചതോ. സ്ലൈഡ് ഞാൻ ചേഞ്ച് ചെയ്യട്ടെ? സ്ലൈഡ് ചേഞ്ച് ചെയ്യട്ടെ? ഒരാളും ഇല്ലേ ഓൺലൈനില്? നോ, ചെയ്യട്ടെ? ഓക്കെ, താങ്ക് യു. ദെൻ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഇപ്പൊ നമ്മൾ പറഞ്ഞതാണ്, രണ്ടെണ്ണം ഉള്ളത്. ഒന്ന് ഹസാർഡ് ലൈക്ലിഹുഡ് റിഡക്ഷൻ, സെക്കൻഡ് വൺ റിസ്ക് കോൺസിക്വൻസ് റിഡക്ഷൻ. രണ്ടൊന്നും മാർക്ക് ചെയ്ത് നോക്കാം. എല്ലാ പോയിന്റ്സും എഴുതണ്ട, ജസ്റ്റ് ആ മോളത്തെ ഒബ്ജക്റ്റീവ്സ് രണ്ടെണ്ണം എഴുതി വെച്ചാൽ മതി.
പിന്നെ ഒരു എക്സാമ്പിൾ പോലെ ഫ്ലഡ് റിഡക്ഷന് വേണ്ടിയിട്ട് സൈഡിൽ വാള് കെട്ടുന്നത്, അത് നിങ്ങളുടെ വാക്കിൽ എഴുതിയാൽ മതി. ഇത് മുഴുവൻ കോപ്പി അടിച്ച് എഴുതണ്ട, കുറെ ടൈം പോകും. ഡോണ്ട് വേസ്റ്റ് ടൈം, നമുക്ക് അത്രയും ടൈം ഇല്ല. എഴുതിയോ? ജസ്റ്റ് നിങ്ങളുടെ വാക്കില്. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് ഞാൻ പോവാണ്. എഴുതിയെന്ന് വിചാരിക്കുന്നു. റിസ്ക് കോൺസിക്വൻസ് പറഞ്ഞാൽ ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന എന്താ പറയണ്ട, ഈ ഹസാർഡ് കാരണം ഉണ്ടാകുന്ന ഇമ്പാക്ട്സ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വൾണറബിലിറ്റി അഥവാ ഡാമേജസ് എല്ലാം കുറെ ഭാഗം കുറക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് റിസ്ക് കോൺസിക്വൻസ് വരുന്നത്. ജസ്റ്റ് ഒരു ലൈനിൽ അങ്ങനെ എഴുതി വെച്ചാൽ മതി. ആദ്യത്തെ ആ ഒരു ലൈൻ മാത്രം എഴുതി മതി. ദിസ് ഈസ് എ റിഡക്ഷൻ ഇൻ ദ ഇമ്പാക്ട് ഓഫ് ഹസാർഡ് ബൈ റെഡ്യൂസിങ് ഇൻ എക്സ്പോഷർ ആൻഡ് ഓർ വൾണറബിലിറ്റി. എഴുതി കഴിഞ്ഞോ? Yes, sir. Yes, sir. ഇത് എഴുതണം എന്നില്ല, ഇത് നിങ്ങളുടെ എയിമാണ്. രണ്ട് എയിം ആണെന്നുള്ളത് മാത്രം മാർക്ക് ചെയ്ത് നോക്കുക. ഫസ്റ്റ് എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെത്ത് ഒഴിവാക്കുക. രണ്ടാമത്തെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാമേജസ് ഒഴിവാക്കുക. ആദ്യത്തേത് ജീവനെ ബാധിക്കുന്നതാണ്, രണ്ടാമത്തേത് പ്രോപ്പർട്ടിനെ ബാധിക്കുന്നതാണ്. ദാറ്റ് ആർ ദ ടു എയിംസ് ഓഫ് ഹസാർഡ് ലൈക്ലിഹുഡ് ആൻഡ് റിസ്ക് കോൺസിക്വൻസ് റിഡക്ഷൻ. പറയുന്നില്ല ഇപ്പം. ഓക്കെ, ഇനി ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ മെഷേഴ്സ് ആണ്. ദർ ആർ ഡിഫറെന്റ് ടൈപ്പ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സ്ട്രക്ചറൽ മിറ്റിഗേഷൻ മെഷറും രണ്ടാമത്തെ നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ മെഷറും ആണ്. ആൻഡ് സ്ട്രക്ചറൽ മിറ്റിഗേഷൻ മെഷർ ഈസ് റെഫേഴ്സ് ടു എ ഫിസിക്കൽ കൺസ്ട്രക്ഷൻ. ശ്രദ്ധിക്കുക, to any physical construction to reduce or avoid possible impacts of hazard, which include engineering measures and construction of hazard resistant and protective structures and infrastructure. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസ് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. എല്ലാം മനസ്സിലാവണമെങ്കിൽ രണ്ടാമത്തെ പോയിന്റ് കൂടി വായിക്കണം. നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ മെഷേഴ്സ് ആർ policies, awareness, knowledge development, public commitment, and method and operating practice, including participatory mechanism and the provision of information which can reduce risk and related impacts. ആദ്യത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫിസിക്കൽ ആണ്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹസാർഡ് ലൈവ്ലിഹുഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ ഒരു വാള് വെച്ചിട്ട് പ്രൊട്ടക്ട് ചെയ്യണം, ഫ്ലഡ് വരുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സച്ച് തിങ്സ് ആർ സ്ട്രക്ചറൽ. അതായത് അവിടെ നമ്മൾ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടാണ് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഫിസിക്കൽ ഒരു എൻറ്റിറ്റി ഉണ്ടാക്കിയിട്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ട്, ഡിസാസ്റ്റർ റെഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, മിറ്റിഗേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് സ്ട്രക്ചറൽ മിറ്റിഗേഷൻ മെഷേഴ്സ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ മെഷേഴ്സ്. ഇൻ ദിസ് കേസ് നമ്മൾ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ വരുന്നുണ്ടെങ്കിൽ അതിന്റെ അവയർനെസ് അലേർട്സ് കൊടുക്കുന്നതും അതേപോലെ കുട്ടികളെ നോളജ് ഡെവലപ്പ് ചെയ്യാൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇപ്പൊ നമ്മൾ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഈ ഒരു രണ്ടാമത്തെ നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ മെഷേഴ്സിന്റെ ഭാഗമായിട്ടാണ്. ദെൻ പബ്ലിക് കമ്മിറ്റ്മെന്റിനെ നിങ്ങളുടെ മോട്ടിവേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ മെഷേഴ്സിലാണ്. രണ്ട് പോയിന്റ്സ് ഒന്ന് എഴുതിയെടുക്കുക. മിറ്റിഗേഷൻ മെഷേഴ്സ് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും 7 മാർക്കിനോളം. ഇത് നല്ല ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ടതാണ്. അത് നിങ്ങൾക്ക് ഇത്ര പോയിന്റ് ഉള്ളൂ, അത് നല്ല രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുക്കണം. അതൊന്ന് നോക്കുക, ഒന്ന് എഴുതിയെടുക്കോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ട് എല്ലാം കംപ്ലീറ്റ്ലി എഴുതണം. Type of disaster mitigation measures. Broadly, disaster mitigation measures can be categorized into two. Broadly, disaster mitigation measures can be categorized into two. First one is structural mitigation measures. First one is structural mitigation measures. And
This refers to any physical construction. This refers to any physical constructions to reduce or avoid possible impacts of hazards, to reduce or avoid possible impacts of hazard, which includes and construction, which includes engineering measures and construction of hazard resistant and protective structures and infrastructure and infrastructure and infrastructure and infrastructure. A second is the non-structural mitigation measures. Non-structural mitigation measures. This refers to policies, awareness, knowledge development. This refers to policies, awareness, knowledge development. This refers to policy, awareness, knowledge developments, public commitments, and method and operating practices, and method and operating practices, and method and operating practices, including participatory mechanisms, including participatory mechanisms and the provision of information and the provision of information and the provision of information which can reduce risk and related impacts, which can reduce risk and related impacts, which can reduce risk and related impacts. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ടൈം ഇതിന് എടുത്തത്. സോ ബി കെയർഫുൾ. നിങ്ങൾ ഇതിൻ്റെ അകത്ത് നല്ലോണം ഫോക്കസ് ചെയ്യണം. എല്ലാ കാര്യങ്ങളും ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, നമ്മുടെ ഓവറോൾ അഡാപ്ഷൻ സ്ട്രാറ്റജീൻ്റെ ഒരു ഫിഗറാണ് തന്നിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് സ്ലൈഡ് അയച്ചു തരാം പോർഷൻ കഴിഞ്ഞതിന് ശേഷം. ഇനി ഡിസാസ്റ്റർ മിറ്റിഗേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നതാണ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇഫ് വി ഹാവ് possibility of prevention of disaster, there is no need of further disaster preparedness because we have already prevented that one. But in case of disaster mitigation, after even reducing the chance of disaster, there is obviously a chance of disaster. So we need to be prepared for reduction of impacts of disaster. So we are having a stage that is known as disaster preparedness. The definition is disaster preparedness encompasses the knowledge and capacities developed by the government, professional response and recovery organizations, communities
and individual to effectively anticipate response to recover from the impact of likely imminent and current hazard events or conditions. അതായത് നമ്മളുടെ ഒരു ഹസാർഡ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡിസാസ്റ്റർ വരുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുകയാണ്. പ്രിപ്പയർ ആവുന്നതിൽ നമ്മൾ ഫുള്ളായിട്ട് നമ്മളുടെ കപ്പാസിറ്റീസ് യൂസ് ചെയ്യുന്നുണ്ട്. ബൈ ദ ഗവൺമെന്റ് യൂസ് ചെയ്യണം, ബൈ ദ പ്രൊഫഷണൽസ് ചെയ്യണം, ആൻഡ് റിക്കവറി ഓർഗനൈസേഷൻസ് ചെയ്യണം, കമ്മ്യൂണിറ്റീസ് ചെയ്യണം, ആൻഡ് ഈവൻ നിങ്ങൾ ഓരോ ഇൻഡിവിജ്വലും ചെയ്യണം. If we are considering the flood during Kerala in the last year, we all have managed to overcome that one by combination of these things. ഈവൻ നമ്മളൊരു ഡാം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഐ മീൻ പ്രിപ്പയർ ആയിട്ടുണ്ടായിരുന്നു. വലിയൊരു വാട്ടർഫാൾ വന്നപ്പോൾ നമ്മളുടെ ഡാംസ് എല്ലാം തന്നെ ഫുള്ളാവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തില്ല. അതിന്റെ ലിമിറ്റ് എത്തുന്നതിന് കുറച്ച് മുമ്പ് വി ഹാവ് ഓപ്പൺ സം ഷട്ടേഴ്സ്, സോ വി ഹാവ് സേവ്ഡ് എ ലോട്ട് ഓഫ് ലൈഫ് ആസ് വെൽ ആസ് പ്രോപ്പർട്ടി. അതൊരു പ്രിപ്പയർനെസ് അവയർനെസ് ആയിരുന്നു. ആൻഡ് കമ്പോണൻസ് ഓഫ് കോംപ്രഹെൻസീവ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് സ്ട്രാറ്റജീസ് ഇൻക്ലൂഡ്, ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതായത് ഒന്ന് ഹസാർഡ് റിസ്ക് വൾനറബിലിറ്റി അസസ്മെന്റ്. നമ്മൾ ഒരു ഡിസാസ്റ്റർ വരും എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് കാരണം ഉണ്ടാകുന്ന ഹസാർഡ്സ് എന്തൊക്കെയായിരിക്കും, അത് കാരണം ഉണ്ടാകുന്ന റിസ്ക് എന്തൊക്കെയായിരിക്കും, അത് കാരണം എത്ര ഡാമേജ് വൾനറബിലിറ്റി ഉണ്ടാവും, ഇതൊക്കെ തന്നെ നമ്മൾ അസസ് ചെയ്യണം. അതാണ് ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് റെസ്പോൺസ് മെക്കാനിസം ആൻഡ് സ്ട്രാറ്റജീസ്. പെട്ടെന്നൊരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ അതിനെ പ്രിവെന്റ് ചെയ്യാനും സേവ് ചെയ്യാനും നമ്മളുടെ സിസ്റ്റംസ് എത്രത്തോളം കേബിൾ ആണ്, അത് ആ മെക്കാനിസം എങ്ങനെ യൂസ് ചെയ്യാം, അതെല്ലാം വരുന്നത് ഈ രണ്ടാമത്തെ സ്റ്റേജിലാണ് വരിക. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിപ്പയർനെസ് പ്ലാനിങ് ആണ്. നമ്മളിപ്പോൾ ഓൾറെഡി ഇത്രയും ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വരുന്നത് ഏത് ടൈമിലായിരിക്കും നമുക്ക് ഓൾറെഡി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ഓരോ ഏരിയാസിൽ ഓരോ ആൾക്കാരെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും, പ്രോപ്പർ പ്ലാനിങ് ചെയ്തിട്ടുണ്ടാവണം. ദാറ്റ് ഇസ് ദ തേർഡ് വൺ, പ്രിപ്പയർനെസ് പ്ലാനിങ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കോർഡിനേഷൻ. ഈ പല ഡിപ്പാർട്ട്മെന്റ്സിന്റെ കോമ്പിനേഷൻ ആയിട്ടാണ് എപ്പോഴും ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റ് വരിക. അന്നേരം നമ്മൾ ഓൾറെഡി പല ഏരിയാസ് ആയിട്ടില്ല, ഇപ്പൊ പോലീസ് ഉണ്ടാവാം, ഹോസ്പിറ്റൽസ് ഉണ്ടാവാം, ദെൻ മിലിറ്ററി ഉണ്ടാവാം, ദെൻ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ടാവാം, അതേപോലെ ഫുഡ് സിസ്റ്റം കൺട്രോളിങ് ഏജൻസീസ് ഉണ്ടാവാം. അതേപോലെ ഇതെല്ലാം ഓർഗനൈസ് ചെയ്യാൻ ഒരു സ്ട്രക്ചർഡ് മാനേഴ്സ് ഉണ്ടാവും. എന്നാൽ ഇതിനെല്ലാം നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്താലേ നമുക്ക് ഡിസാസ്റ്റർ റിസ്ക് കുറക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഡിസാസ്റ്റർ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു വ്യക്തമായ പ്ലാനിങ് തമാമിൽ ഉണ്ടാവണം, എല്ലാ ഡിപ്പാർട്ട്മെന്റും തമ്മിൽ, അഥവാ പോലീസ്, മിലിറ്ററി, ഹോസ്പിറ്റൽസ്, എല്ലാ കാര്യങ്ങളും തമ്മിൽ നല്ലൊരു കോർഡിനേഷൻ ഉണ്ടാവണം. അതേപോലെ ഇൻഫർമേഷൻ മാനേജ്മെന്റ്, അതായത് നമ്മുടെ ഒരു സ്ഥലത്ത് പെട്ടെന്നൊരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അത് ബാക്കിയുള്ളവരെ അറിയിക്കുക, ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റണം. പലപ്പോഴും അവിടെയുള്ള ടെലികമ്മ്യൂണിക്കേഷൻ ചാനൽസ് എല്ലാം തന്നെ ഡാമേജ് ഉണ്ടായിട്ടുണ്ടാവും. സച്ച് കേസസ് വി ഹാവ് ടു ഗോ ഫോർ സാറ്റലൈറ്റ് ഫോൺസ്. അങ്ങനെയും ബാക്കി ആൾക്കാരെ ഈ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ പറ്റണം. ദാറ്റ്സ് ദ സെക്കൻഡ് സ്റ്റേജ്. ആൻഡ് ദെൻ ഏർലി വാർണിംഗ് സിസ്റ്റംസ്. ഇൻ പ്രീവിയസ് ഇയർ in Kerala, we have faced a flood. During that, we have given 3 kind of alerts, warnings. That is orange alert, then yellow alert, then finally red alert. Either order വ്യത്യാസമുണ്ട്, yellow alert, orange alert and red alert. Then we have tell the people that you are in a situation where disaster is going to be happen, so prepare for that, be safe, and in red situation we have to change their houses. നമ്മൾ അവനെല്ലാം തന്നെ റീഹാബ് ചെയ്യണം, അഥവാ അവരെ കൂട്ടിയിട്ട് വേറെ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മൾ റീഹാബിലേഷൻ ചെയ്താൽ മാത്രമേ നമുക്കത് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഏർലി വാർണിംഗ്സ് എല്ലാം പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ടാവണം. പിന്നെ വരുന്നതാണ് റിസോഴ്സ് മൊബിലൈസേഷൻ, അഥവാ നമുക്ക് കിട്ടുന്ന റിസോഴ്സ്, അഥവാ ഫുഡും വാട്ടറും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ, വസ്ത്രം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മളൊരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് കൊണ്ടുപോകാനുള്ള എല്ലാവിധ ട്രാൻസ്പോർട്ടേഷൻസും വി ഹാവ് ടു പ്ലാൻ. ചില കേസുകളിൽ ഇപ്പോൾ ഫ്ലഡ് എല്ലാം വന്നു കഴിഞ്ഞാൽ വി കനോട്ട് ഗോ ടു ദ അതർ എൻഡ് ത്രൂ ക്രോസിംഗ് ദ ഫ്ലഡ് ഏരിയ. അതായത് നമുക്ക് വെള്ളം കടന്ന് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ സാധാരണ വെഹിക്കിൾസ് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഓൺ സച്ച് കേസസ് വി ഹാവ് ടു
go for other medias, how we can mobilize this resource to another place. അതാണ് അടുത്തത് വരുന്നത്. പിന്നെ വരുന്നത് പബ്ലിക് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് റിഹേഴ്സൽസ് ആണ്. ഇൻ സച്ച് കേസസ് നമ്മൾ ഇങ്ങനെ ഒരു ഫ്ലഡ് വരാൻ പോകുന്നുണ്ട് എന്നുള്ളത് പ്രിപ്പയർ ആക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ നല്ല രീതിയിൽ അവെയർ ചെയ്യണം. അവരെ കൂട്ടി അവരോട് നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം, ദിസ് ഈസ് ദ കേസ് ഗോയിങ് ടു ബി ഹാപ്പൻ. സോ നമുക്ക് അവരെ ട്രെയിൻ ചെയ്യാം. ഇൻ സച്ച് സിറ്റുവേഷൻസ് നമുക്ക് മിലിറ്ററിന്റെ സഹായം എല്ലാം കിട്ടാൻ ഡിസാസ്റ്റർ കഴിഞ്ഞാൽ അടുപ്പിച്ച് കിട്ടുള്ളൂ. അല്ലാത്ത കേസിലെല്ലാം തന്നെ അവിടെ എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ഇമ്പാക്റ്റിലെ ആൾക്കാരെ രക്ഷിക്കാനൊക്കെ അവിടെ ഉള്ളവരെ നമുക്ക് ഓൾമോസ്റ്റ് പ്രിപ്പയർ ചെയ്യിപ്പിക്കാം, ട്രെയിൻ ചെയ്തെടുക്കാം. ദാറ്റ്സ് ദ നെക്സ്റ്റ് സ്റ്റേജ്. ആൻഡ് വി ഹാവ് ടു ഡു സം റിഹേഴ്സൽസ് on such situations. That is the preparedness strategy. Then community based disaster preparedness, അഥവാ ടോട്ടൽ കമ്മ്യൂണിറ്റീനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഒരു കോമ്പിനേഷൻ, ഒരു ടീം വർക്ക് ആയിട്ട് വി ക്യാൻ പ്രിപ്പയർ സംതിങ് ടു സേവ് അസ് ഫ്രം ദ ഡിസാസ്റ്റർ. അതാണ് നെക്സ്റ്റ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് ആണ്. അത് മെയിൻലി ടാർഗറ്റ് ഓറിയന്റഡ് പ്രിപ്പയർനെസ് വരാം, ടാസ്ക് ഓറിയന്റഡ് പ്രിപ്പയർനെസ് വരാം, അതേപോലെ ഡിസാസ്റ്റർ ഓറിയന്റഡ് പ്രിപ്പയർനെസ് വരാം. അത് ഡിപ്പെൻസ് ഓൺ ആണ്. നമുക്ക് ഈ മൂന്ന് വിധത്തിൽ എങ്ങനെ വേണമെങ്കിൽ പ്രിപ്പയർ ആവാം എന്നുള്ള ജനങ്ങളെ ഇതാക്കാം. അതായത് നമ്മൾ ചെയ്യുന്ന ടാർഗറ്റ് എന്താണെന്ന് ആദ്യം നോക്കുക. അതായത് പ്രിപ്പയർനെസ് പ്ലാൻ മേ ബി ടാർഗറ്റ് സ്പെസിഫൈഡ്. ഫോർ ഇൻസ്റ്റൻസ് വി മേ റിക്വയർ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്ലാനിങ് ഫോർ വൾണറബിൾ ഗ്രൂപ്പ്സ് ഓഫ് വുമൺ, ചിൽഡ്രൻ, എൽഡർലി, ഡിസേബിൾഡ്. അതായത് എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. ഇപ്പം ഒരു പബ്ലിക്കിൽ തന്നെ ചിലർക്ക് വളരെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവാം, അതേപോലെ കുട്ടികൾ ഉണ്ടാവാം, വയസ്സായിട്ടുള്ള ആൾക്കാരുണ്ടാവാം. അങ്ങനെ പല വിധത്തിലുള്ള ആൾക്കാരാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾ ഉണ്ടാവുക. അന്നേരം നമ്മളൊരു കുട്ടികളെ രക്ഷിക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് നമ്മൾ കയ്യിൽ കരുതിയിട്ടുണ്ടാവണം. ഡിസേബിൾഡ് ആയിട്ടുള്ളവരാണെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ ക്യാരി ചെയ്യാനുള്ള മെക്കാനിസംസ് അഥവാ എല്ലാ മെഷീൻസും എക്യുപ്മെന്റ്സും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അങ്ങനെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഓരോ വിഭാഗങ്ങൾ അഥവാ ഓരോ ഗ്രൂപ്പ്സിനെ ടാർഗറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രിപ്പയർ ആയിട്ട് നിൽക്കാം. ദാറ്റ്സ് എ വൺ കൈൻഡ് ഓഫ് preparedness. And second kind is task oriented preparedness. Specific groups jointly develop an activity based on one of the community plans to evaluate the community capability to activate preparedness plan in a real emergency. Eventually these tasks enabled the development of plan revisions, employee training, material resource to support readiness. അതായത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ടാസ്ക് ഓറിയന്റഡ് പ്രിപ്പയർനെസ് ആണ്. ഇപ്പോൾ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പിന് നമ്മളൊരു ജോബ് അസൈൻ ചെയ്യും. അതായത് ഒരു ഏരിയയിലേക്ക് ഫുഡും വാട്ടറും എത്തിക്കുക എന്നുള്ളതാണ് ഒരാളുടെ ജോബ് എങ്കിൽ, ഒരു ടീമിന്റെ ജോബ് എങ്കിൽ അവർക്ക് പല വിധത്തിൽ ട്രെയിനിങ് നമ്മൾ കൊടുക്കും. അതായത് വി ഹാവ് ടു ഗിവ് സം ട്രെയിനിങ് ഓൺ ഹൗ ടു കളക്ട് ദ റിസോഴ്സസ്. ദർ ആർ ഡിഫറെന്റ് മെക്കാനിസം ഫോർ ദാറ്റ്. ആഫ്റ്റർ കളക്ടിങ് ദാറ്റ് റിസോഴ്സ് വി വിൽ ട്രാൻസ്പോർട്ട് ഇറ്റ് ടു അനദർ പ്ലേസ്. അതിന് ഒരാൾ തന്നെ ആയിരിക്കില്ല ഇതെല്ലാം ചെയ്യുക. കളക്ട് ചെയ്യാൻ ഒരാളുണ്ടാവും, നെക്സ്റ്റ് വ്യക്തി വേറൊരാൾ ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനുണ്ടാവും. ഇതെല്ലാം തന്നെ മാനേജ്, അളവും കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാനേജർ ഉണ്ടാവും. ദെൻ ദിസ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് അക്കോർഡിംഗ്ലി. എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ആ വിധത്തിൽ അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള മെക്കാനിസംസ് അവർ ഉണ്ടാക്കിയെടുക്കണം. ചില കേസുകളിൽ ബൈ ഹാൻഡ് നമ്മൾ കൊടുക്കേണ്ടി വരും, ചില കേസിൽ നമുക്ക് അവിടെ ബൈ ഹാൻഡ് കൊടുക്കാൻ പറ്റില്ല, ഹെലികോപ്റ്ററിന് താഴത്തേക്ക് ത്രോ ചെയ്ത് കൊടുക്കേണ്ടി വരും. ദാറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ഡിസാസ്റ്റർ. അങ്ങനെ നമ്മൾ ഒരു ടാസ്ക്, നമ്മളുടെ ടാസ്ക് എന്ന് പറയുന്നത് ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ആ ടാസ്കിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമുക്ക് പ്രിപ്പയർ ആവാം. ഇൻ സച്ച് കേസസ് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിക്കവറി സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാം. ഒരാൾ ഒരു സ്ഥലത്ത് ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ അവിടെ പോയി ഒരാളെ രക്ഷിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുവന്ന ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന ഫുൾ മെക്കാനിസം ഒരു ടീമായിരിക്കും ചെയ്യുക. അതൊരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റില്ല, ഒരു കമ്മ്യൂണിറ്റിക്ക് മാത്രം ചെയ്യാൻ കഴിയും. ദാറ്റ് ഈസ് ടാസ്ക് ഓറിയന്റഡ് preparedness. And next one is disaster oriented preparedness. Disaster oriented preparedness this is addressed as likelihood of occurrence of a specific disaster. Emphasis is placed on structural or non-structural mechanisms. അതായത് നമ്മൾ ഡിസാസ്റ്ററിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇൻ സച്ച് കേസസ് നമ്മളിപ്പോൾ ഫ്ലഡ് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കില്ല ഒരു സ്ഥലത്ത് എർത്ത് വന്നാൽ പോകേണ്ടി വരാം. ഇപ്പോൾ ഫ്ലഡ് വരുന്ന കേസുകളിൽ നമ്മൾ ബോട്ട്സ് അതുപോലെ ട്രാവലിംഗ് എക്യുപ്മെന്റ്സ് കയ്യിൽ കരുതേണ്ടി വരും. അങ്ങനെ നമുക്ക് ഒരു സ്ഥലത്ത് പോയി ഒരാളെ രക്ഷിക്കാൻ കഴിയും. അതേസമയം എർത്ത് കണ്ടീഷൻസ് വി കനോട്ട് യൂസ് ബോട്ട്സ്. അതായത് ഡിസാസ്റ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അതിന് പ്രിപ്പയർനെസ് ലെവൽ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. ദാറ്റ് ഈസ് ഡിസാസ്റ്റർ ഓറിയന്റഡ്
preparedness. Okay. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആദ്യത്തേത് ടാർഗറ്റ് ഓറിയന്റഡ് പ്രിപ്പയർനെസ് ആയിരുന്നു, അത് നമ്മളിപ്പം പറഞ്ഞു. രണ്ടാമത് വരുന്നത് ടാസ്ക് ഓറിയന്റഡ് പ്രിപ്പയർനെസ് ആയിരുന്നു, അതായത് ഒരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടിയിട്ടായിരുന്നു. ദെൻ തേർഡ് വൺ ഈസ് ഡിസാസ്റ്റർ ഓറിയന്റഡ് പ്രിപ്പയർനെസ് ആയിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. ഡിസാസ്റ്റർ റെസ്പോൺസ് ആൻഡ് റിലീഫ്. നമ്മൾ ഇത്രയും നേരം പ്രിപ്പയർ ആയി. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് വരുന്നത് നമ്മൾ അതിന്റെ ഇവന്റ് ആണ്. വി ആർ ഗോയിങ് ഫോർ ദ ഇവന്റ്, അതായത് ഡിസാസ്റ്റർ ഈസ് ഹാപ്പനിങ്. ഡ്യൂറിങ് ദാറ്റ് വാട്ട് വി വിൽ ഡു, ദാറ്റ് ഈസ് ഡിസ്കസ്ഡ് ഇൻ ഡിസാസ്റ്റർ റെസ്പോൺസ് ആൻഡ് റിലീഫ് എന്ന് പറയുന്ന ഈ സ്റ്റേജിൽ നമ്മൾ അതാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. ഡിസാസ്റ്റർ റെസ്പോൺസ് ആർ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ടേക്കൺ ഡ്യൂറിങ് എ ഡിസാസ്റ്റർ ഓർ ഇമ്മീഡിയറ്റ് ഫോളോയിങ് ഓഫ് എ ഡിസാസ്റ്റർ ഡയറക്റ്റഡ് ടുവേർഡ്സ് സേവിങ് ലൈഫ് ആൻഡ് പ്രൊട്ടക്ടിങ് പ്രോപ്പർട്ടി. ഇതാണ് മെയിൻ ആയിട്ട് ഡിസാസ്റ്റർ റെസ്പോൺസ് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും നല്ല ഡീറ്റെയിൽ ആയിട്ട് ഡിസാസ്റ്റർ റെസ്പോൺസ് എന്താണെന്നുള്ളത് കൈകാര്യം ചെയ്യാം. എന്തായാലും ഇപ്പോൾ ഇത്രയും ഡിസ്കസ് ചെയ്തത് മതി. കുറച്ച് സമയം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു, വേറൊന്നുമല്ല, കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. ആൻഡ് അറ്റൻഡൻസ് പറയാൻ ആരെങ്കിലും ബാക്കിയുണ്ടോ? ഞാൻ പറയാം. 1 absent, 2 absent, 1 minute. 1 absent, 2 absent, 3 absent, 4 absent. 4 ഉണ്ട്. 3 ഉണ്ടോ? Sir, 3 ഉണ്ട് sir. 2 ഉണ്ടോ? Okay. 1 absent, 12 absent, 13 absent, 24 absent. Sir, 12%. 12%. 13 ഉണ്ട്. ഒരു മിനിറ്റ്, 12% ആണോ? അതെ. ഓക്കെ, ആരാണ് 12? സമ. ഓക്കെ, സമ. ദെൻ നെക്സ്റ്റ് വരുന്ന ഏതായിരുന്നു? 13 sir. 13 ഉണ്ട്. ഓക്കെ Sir, 8 ഉണ്ട്.